യേശുക്രിസ്തുവിന്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായ വിശുദ്ധ ബർത്തലോമിയയുടെ തിരുനാൾ ഇന്ന് കത്തോലിക്ക സഭ ആഘോഷിക്കുന്നു. സുവിശേഷ സത്യത്തിനായി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഈ വിശുദ്ധന്റെ ഓർമ്മ പുതുക്കുമ്പോൾ സംശയങ്ങളിൽ നിന്ന് ഉറച്ച വിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ട ഒരു മഹത് ജീവിതത്തിന്റെ സന്ദേശമാണ് സഭ വിശ്വാസികൾക്ക് നൽകുന്നത്. പീലിപ്പോസ് അപ്പസ്തോലനാണ് നഥാനിയേലിനെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് തുടക്കത്തിൽ സംശയിച്ചെങ്കിലും യേശുവിനെ നേരിട്ട് കണ്ടുമുട്ടിയതോടെ റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ് എന്ന് അദ്ദേഹം ഏറ്റുപറഞ്ഞു. ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്നാണ് യേശു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. പെന്തകുസ്ത അനുഭവത്തിന് ശേഷം ഏഷ്യ മൈനർ, വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ, അർമേനിയ എന്നിവിടങ്ങളിൽ വിശുദ്ധ ബർത്തലോമിയോ സുവിശേഷം പ്രഘോഷിച്ചതായി പാരമ്പര്യം വ്യക്തമാക്കുന്നു. അർമേനിയൻ സഭയുടെ സ്ഥാപക അപ്പസ്തോലന്മാരിൽ പ്രധാനിയാണ് ഇദ്ദേഹം. അർമേനിയയിൽ സുവിശേഷം പ്രഘോഷിക്കുന്നതിനിടെ ശത്രുക്കൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജീവനോടെ തൊലിയുരിഞ്ഞ് ക്രൂരമായി വധിക്കുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ കലകളിൽ മാംസം ചെത്തുന്ന കത്തിയേന്തിയ രൂപത്തിലാണ് വിശുദ്ധനെ ചിത്രീകരിക്കാറുള്ളത്. സത്യസന്ധമായ സംശയങ്ങളും ചോദ്യങ്ങളും നമ്മെ വിശ്വാസത്തിൽ നിന്ന് അകറ്റുകയല്ല, മറിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വിശുദ്ധ ബർത്തലോമിയയുടെ ജീവിതം പഠിപ്പിക്കുന്നു. ലെതർ തൊഴിലാളികളുടെയും ചെരുപ്പുകുത്തികളുടെയും അർമേനിയയുടെയും കാവൽ വിശുദ്ധനാണ് ഇദ്ദേഹം. തുറന്ന ഹൃദയത്തോടെ ക്രിസ്തുവിനെ സ്വീകരിക്കാനും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും വിശുദ്ധന്റെ ജീവിതം നമ്മെ ആഹ്വാനം ചെയ്യുന്നു.